പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 3 പേജ് നമ്പർ 51 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ ലെങ്ത്സ് ഓഫ് ദി ബോഡി പാർട്സ് ഓഫ് എ ഹണി ബി ആർ ഗിവൺ, ഫൈൻഡ് ഇറ്റ്സ് ടോട്ടൽ ലെങ്ത്. അപ്പോൾ ഒരു ഹണി ബീയുടെ ബോഡി പാർട്സിൻ്റെ ലെങ്തുകൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിയേ, ഹെഡ് 2/3 യൂണിറ്റ്സ്, തൊറാക്സ് 5/4 യൂണിറ്റ്സ്, അബ്ഡോമൻ 7/5 യൂണിറ്റ്സ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതാണ് ഹണിബിയുടെ പിക്ചർ. അപ്പോൾ ഹെഡിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, തൊറാക്സ് തന്നിട്ടുണ്ട്, അബ്ഡോമൻ തന്നിട്ടുണ്ട്. ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ദ ടോട്ടൽ ലെങ്ത് ഓഫ് എ ഹണി ബി is equal to എന്തെഴുതാം? 2/3 യൂണിറ്റ്സ് പ്ലസ് 5/4 യൂണിറ്റ്സ് പ്ലസ് 7/5 യൂണിറ്റ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിനകത്ത് കണ്ടു, ഇങ്ങനെ തരുമ്പം 3 മെത്തേഡിൽ ആഡ് ചെയ്യാമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു അല്ലേ. എങ്ങനെയൊക്കെയാണ്? ഒന്നെങ്കിൽ നമുക്ക് ഈ ഹോൾ യൂണിറ്റ്സുകൾ, അതായത് 2ഉം 5ഉം 7ഉം കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ കൂടെ 3/10ഉം 4/10ഉം 5/10ഉം ആഡ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ ഇതിനെ ആദ്യമേ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ ഏത് മെത്തേഡിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ ചെയ്യുക കേട്ടോ. ഇസ് ഈക്വൽ ടു, ഇപ്പോൾ ഞാനിവിടെ ഈ ഹോൾ യൂണിറ്റ്സുകളെ ആദ്യം ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെയാണ്? 2 + 5 + 7, ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുന്നു. എന്നിട്ട് 3/10, 4/10, 5/, ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ 5 + 2 7, 7 + 7 14, പ്ലസ് ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ എന്ത് വരും? 3 + 4 7, 7 + 5 12, 12/10 യൂണിറ്റ്സ്. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ ഡിനോമിനേറ്ററിനെക്കാട്ടിൽ ഗ്രേറ്റർ ആണ് ന്യൂമറേറ്റർ. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്തു നിന്ന് ഫുൾ യൂണിറ്റ് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക, നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ ഡിനോമിനേറ്ററിനെക്കാട്ടിൽ ഗ്രേറ്റർ ആണ് ന്യൂമറേറ്റർ എങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിനകത്തൊരു ഫുൾ യൂണിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് 1/10ൻ്റെ 10 പാർട്സുകൾ നമുക്ക് ഇതിനകത്തു നിന്ന് വെളിയിലെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, എങ്ങനെ എടുക്കാം? 1/10ൻ്റെ 10 പാർട്സ് എടുത്തു. ഇനി ബാക്കി എത്ര ഉണ്ട്? 1/10ൻ്റെ 2 പാർട്ടുകളേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് 1 2/10 ആവും. ഈ 1നെ നമുക്ക് എന്ത് ചെയ്യാം? 14ൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് 14 + 10/10 + 2/10 യൂണിറ്റ്സ് എന്ന് എഴുതാം. ഇതെന്താവും? ഈസ് ഈക്വൽ ടു 14 + 1 + 2/10 എന്നാവും. 14 + 1 15 + 2/10. ഇതിനെ നമുക്ക് 15 2/10 യൂണിറ്റ്സ് എന്ന് എഴുതാം. മനസ്സിലായല്ലോ? വളരെ സിമ്പിളാണ്. അപ്പോൾ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ സ്വയമായിട്ടൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ ലെങ്ത് ഓഫ് ഷൈലജാസ് ഹാൻഡ് ഈസ് 12/4 യൂണിറ്റ്സ് ആൻഡ് ഹെർ പാം ഈസ് 6/7 യൂണിറ്റ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി ലോങ്ങസ്റ്റ് ഫിംഗർ? അപ്പോൾ ശൈലജയുടെ ഹാൻഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 12/4 യൂണിറ്റ് ആണ്. അതായത് 12 യൂണിറ്റും 1/10ൻ്റെ 4 പാർട്സും. പാമിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 യൂണിറ്റും 1/10ൻ്റെ 7 പാർട്സും കൂടെ ചേരുന്നതാണ് പാമിൻ്റെ ലെങ്ത്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി ലോങ്ങസ്റ്റ് ഫിംഗർ? ലോങ്ങസ്റ്റ് ഫിംഗറിൻ്റെ മെഷർമെൻറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാ നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ളതാണ് ഹാൻഡിൻ്റെ ലെങ്ത് തന്നിട്ടുള്ളത്. പാമിൻ്റെ ലെങ്ത് ഇവിടം തൊട്ട് ഇവിടെ വരെ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ ഫിംഗറിൻ്റെ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാ ഞാൻ
മനസ്സിലാക്കാൻ എളുപ്പത്തിന് പാമിൻ്റെ ലെങ്ത് ഇങ്ങോട്ട് വരയ്ക്കുന്നു കണ്ടോ. അപ്പം ഹാൻഡിൻ്റെ ടോട്ടൽ ലെങ്ത് ഇത്രയുമാണ്, പാമിൻ്റെ ലെങ്ത് ഇത്രയുമാണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ലെങ്താണ്. എന്ത് ചെയ്യണം? ഹാൻഡിൻ്റെ ലെങ്തിൽ നിന്ന് പാമിൻ്റെ ലെങ്ത് സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ നോക്കിയേ, പാമിൻ്റെ ലെങ്ത് എത്രയാണ്? 12 10s യൂണിറ്റാണ്. സോറി, ഹാൻഡിൻ്റെ ലെങ്ത്. പാമിൻ്റെ ലെങ്ത് 6 10s യൂണിറ്റാണ്. അപ്പോൾ ഹാൻഡിൻ്റെ ലെങ്തിൽ നിന്ന് പാമിൻ്റെ ലെങ്ത് എന്ത് ചെയ്യുന്നു? സബ്ട്രാക്റ്റ് ചെയ്യുന്നു. ഇനി നമ്മളിവിടെ ഹോൾ നമ്പേഴ്സിനെ തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യുന്നു, ഈ ഫ്രാക്ഷൻസിനെ തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 12 - 6 പ്ലസ് പിന്നെന്താണ്? 4/10 - 7/10. ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ പ്ലസ് സൈൻ ആയതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ സൈൻ പ്ലസ് ആക്കുന്നു. ഇനി 12 - 6 is 6 പ്ലസ് ഇവിടെ എന്ത് വരും? 4 - 7. അപ്പോൾ ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് വരും. -3/10 എന്ന് വരും. ഇതിനെ നമുക്ക് 6 - 3/10 എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ യൂണിറ്റ് എഴുതുമ്പോൾ നമുക്കിവിടെ പ്ലസ്സിലാണ് വേണ്ടത്, പക്ഷെ നമുക്ക് കിട്ടിയ സൈൻ മൈനസ് ആണ്. മൈനസ് വരാൻ കാരണം എന്താണ്? ഇവിടെ ചെറിയ നമ്പറിൽ നിന്ന് നമ്മൾ വലിയ നമ്പറാണ് സബ്ട്രാക്റ്റ് ചെയ്തത്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്കൊരു ഹോൾ യൂണിറ്റ് ഉണ്ട്. നമ്മൾ ഈ 6നെ നമ്മൾ എന്ത് ചെയ്യും? 5 + 1 എന്ന് എഴുതും കേട്ടോ. 6നെ നമ്മൾ 5 + 1 - 3/10 എന്ന് എഴുതും. ഇനി നമുക്ക് ഈ 1ൽ നിന്ന് 3/10 സബ്ട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ 1നെ നമ്മൾ എന്തായിട്ട് എഴുതും? 1 യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1 യൂണിറ്റ് എന്ന് പറയുന്നത് 10/10 ആണ് അല്ലേ? അതായത് 1/10കളുടെ 10 പാർട്ടാണ് 1 എന്ന് പറയുന്നത്. അപ്പോൾ 1ൻ്റെ പ്ലേസിൽ നമ്മൾ എന്തെഴുതും? 10/10 എന്ന് എഴുതും. അപ്പോൾ 10/10 - 3/10 എന്ന് എഴുതും. ഇനി നോക്കിയേ, ഇനി ഇത് തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്താൽ എന്ത് കിട്ടും? 5 + 10 - 3 is 7. 7/10 എന്ന് വെച്ചാൽ എന്താ? 5 7 10s യൂണിറ്റ് എന്ന് നമുക്കിതിൻ്റെ ആൻസർ കിട്ടും കണ്ടോ. 5 7 10s യൂണിറ്റ് എന്ന് നമുക്കിവിടെ കിട്ടി. ഇനി നോക്കി, ഇതിൻ്റെ അടുത്ത ഒരു മെത്തേഡാണ് ഇനി തന്നിട്ടുള്ളത്. ഇതിനെ നമ്മൾ ഡയറക്റ്റ് സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ 12 4 10സും 6 7 10സും കൂടെ സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇങ്ങനെ മെത്തേഡിൽ നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ നോക്കിയേ, ഈ 12 is greater than 6 but 4 is less than 7. അപ്പോൾ നമുക്ക് സബ്ട്രാക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ 12ൽ നിന്ന് ഒരു യൂണിറ്റ് എടുത്ത് നമ്മൾ ഇവിടേക്ക് കൊടുക്കും. അപ്പോൾ 12ൽ നിന്ന് ഒരു യൂണിറ്റ് എടുക്കുമ്പോൾ 12 11 ആയിട്ട് മാറും. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1/10ൻ്റെ 10 പാർട്സ് ആണ്. അതിവിടേക്ക് കൊടുക്കുമ്പോൾ എന്താവും? 10 പാർട്സും കൂടെ ഇവിടെ ആഡാകുമ്പോൾ ഇത് 14 ആയിട്ട് മാറും. ഇപ്പം നോക്കിയാൽ 14 is greater than 7. ഇനി സബ്ട്രാക്റ്റ് ചെയ്യാൻ ഈസിയാണ് അല്ലേ? 11 - 6 is 5. 14 - 7 is 7. അപ്പോൾ 5 7 10s യൂണിറ്റ് എന്ന് കിട്ടി. കണ്ട, മുകളിലത്തെ ആൻസർ തന്നെ കിട്ടി. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മെത്തേഡിനെക്കാട്ടിൽ കുറച്ചുകൂടെ ഈസി ഈ മെത്തേഡായിരിക്കും. ഇവിടെയും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ തന്നെ ആക്കി ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരുമ്പം കുറച്ചൊരു കൺഫ്യൂഷൻ ആകും. 6നെ 5 + 1 എന്നാക്കി ചെയ്യേണ്ടി വരും കേട്ടോ. ഇവിടെയും പക്ഷേ നമ്മൾ അങ്ങനെ തന്നെ സബ്ട്രാക്ഷൻ ആയതുകൊണ്ട് നോക്കി ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അതായത് നമ്മൾ ഇതിൽ നിന്ന് ഇതാണ് സബ്ട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 12 is greater than 6 but 4 is less than 7. അപ്പോൾ ആദ്യമേ നമ്മൾ ഇവിടെ തന്നെ എന്ത് ചെയ്യണം? ചേഞ്ച് വരുത്തുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അങ്ങനെ ചേഞ്ച് വരുത്തി ഞാനിവിടെ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഒന്ന് നോക്കി, ഇവിടെ ഞാൻ ചേഞ്ച് വരുത്തുന്നു. അപ്പോൾ 12ൽ നിന്ന് ഒന്ന് ഇങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എന്തായി? 11 + 1 ഇങ്ങോട്ട് കൊടുത്തപ്പോൾ ഇവിടെ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 10/10 ആണ്. അതിങ്ങോട്ട് ആഡായപ്പോൾ എന്തായി? 10 + 4 14 ആയി. 14/10 മൈനസ് അടുത്ത എന്താ? ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയിട്ടുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എല്ലാം നിങ്ങൾ ഡയറക്റ്റ് ഇവിടെ തന്നെ ചെയ്യാം കേട്ടോ. മൈനസ് പിന്നെ ബ്രാക്കറ്റ് ഇട്ടു. 6 + 7/10 ബ്രാക്കറ്റ് ഓപ്പൺ ആക്കാതെ തന്നെ ഞാനിവിടെ ചെയ്തു കേട്ടോ. ഇനി നമ്മൾ ഹോൾ നമ്പേഴ്സ് തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ 11 - 6 +
14/10 minus 7/10. 11 minus 6 is 5. 14 minus 7 is 7. ഇതിനെ നമുക്ക് 5, 7, 10 യൂണിറ്റ് എന്ന് എഴുതാം. കണ്ടോ, വളരെ സിമ്പിളാണ്. അപ്പോൾ ആദ്യമേ നിങ്ങൾ സബ്ട്രാക്ഷൻ ആണെങ്കിൽ അഡീഷൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. സബ്ട്രാക്ഷൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് സെക്കൻഡുമായിട്ട് കമ്പയർ ചെയ്യുക. ഫസ്റ്റിനകത്തതെല്ലാം സെക്കൻഡിനെക്കാട്ടിൽ ഗ്രേറ്റർ ആയിരിക്കണം. 12 ഈസ് ഗ്രേറ്റർ ദാൻ 6, ബട്ട് 4 ഈസ് ലെസ് ദാൻ 7. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ 7നെക്കാട്ടിൽ ഗ്രേറ്റർ ആക്കണം ഇവിടുത്തെ നമ്പർ. അതിനുവേണ്ടി ഇവിടുന്ന് ഒരു യൂണിറ്റ് ഇങ്ങോട്ടെടുത്ത് ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ അത് ഓക്കെ ആകും. എന്നിട്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഈ മെത്തേഡിനെക്കാട്ടിൽ കുറച്ചുകൂടെ ഈസി ഈ മെത്തേഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പേജ് നമ്പർ 51 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി അടുത്ത പേജിലെ ക്വസ്റ്റ്യൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.